ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളെ തമ്പനയിൽ കണ്ട പോലെ തന്നെ വെറും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും എങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസിന് 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് 100 ലക്ഷം വ്യൂസ് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. 4000 മണിക്കൂർ നമുക്ക് ഒരു വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. നമ്മുടെ ഈ ഒരു 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാന്നുള്ളത് കുറച്ചധികം വലിയൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഏപ്രിൽ മാസത്തെ ടോപ്പ് കമൻറ്റർ നമ്മൾ ഈ മാസം ലാസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഷോർട്സിലും ലോങ് വീഡിയോസിലും നോക്കിയിട്ടാണ് ടോപ്പ് കമൻറ്റർ ആരാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്കാണ് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട, പെട്ടെന്ന് തന്നെ കമൻ്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇതുവരെയും സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം കയറാത്തവരായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ നമ്മളിപ്പോഴായ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ താഴെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കമൻ്റ് ആണ്. ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കമൻറ്റുകളൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ആ ഒരു ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുപോലെ എല്ലാ വീഡിയോസിനും താഴെ ഒരുമിച്ച് മുന്നേറാം, സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലും നമ്മൾ ആ ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം വേണ്ട ഒരു സംഭവമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്നുണ്ടെങ്കിലും നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസിന് അധികം വ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ ആക്കിയതിന് വേറെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചാനലിൽ ഓർഗാനിക് ആയിട്ടുള്ള, അതായത് നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് കയറാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ കമൻസ് കാണുന്നതാണ് വാച്ച് അവർ കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് വാച്ച് അവറൊക്കെ കയറ്റി മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി എന്ന് വെക്കുക. പിന്നീട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഇതുപോലെ വ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പെട്ടത് വെറുതെ ആവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെയിൻ കാരണം, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും താഴെ ഞാൻ ഒരുപാട് കാണുന്ന കമൻ്റാണ് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വീഡിയോക്ക് താഴെ വരുന്ന നല്ല കമൻസ് ഒക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ചാനലിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ വ്യൂസ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് വ്യൂസ് കിട്ടിയാലാണ് എത്ര എമൗണ്ട് നമുക്ക് കിട്ടാന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് വാച്ച് അവറൊക്കെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സ് തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിരിക്കാൻ മാത്രം പറ്റുള്ളൂ. അതിൽ നിന്ന് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവാനായിട്ട് പോണില്ല. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകും. അപ്പോൾ അവർ ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് നമ്മുടെ വീഡിയോ കാണും. അതല്ല, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാതെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതൊന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമുക്ക് തന്നെയാണ് അത് ബാഡായിട്ട് ബാധിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊന്നും വ്യൂസ് കയറില്ല. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വാച്ച് അവർ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു 10-15 മിനിറ്റിലൊക്കെ വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ലോങ് വീഡിയോസിൽ നിന്നാണ് അത്യാവശ്യം ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കുറയ്ക്കുക.
ഒരു 10 മിനിറ്റിന്റെ വീഡിയോ എങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഞാൻ പറയാനുള്ള മെയിൻ കാരണം എൻ്റെ ഫ്രണ്ടിന് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാച്ച് അവർ ഒട്ടും കയറുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഞാനൊരു ദിവസം അവളുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് 2 മിനിറ്റ് 1 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോ ആണ് അവൾ ലോങ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്ക് ഷോർട്സ് ആയിട്ടാണ് അത് പോവുക. ഷോർട്സ് 3 മിനിറ്റ് വരെയാണ് നമുക്ക് ടൈം ഉള്ളത്. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ 3 മിനിറ്റിൽ താഴെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് ഷോർട്സിലേക്കാണ് പോവുക കേട്ടോ. അപ്പോൾ മിനിമം നമ്മളൊരു 8 മിനിറ്റ് ലെങ്ത് ഉള്ള ലോങ് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓഡിയൻസ് ഫുള്ളായിട്ട് കാണണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അത്യാവശ്യം ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 10 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഒരു 2-3 മിനിറ്റ് മാത്രമാണ് ഒരു മാക്സിമം പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബ് തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൂൾസാണ് നമ്മുടെ എൻഡ് സ്ക്രീനും ഐകാർഡും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ചാനലിൽ ട്രൈ ചെയ്ത് നോക്കിയ പിന്നെ എനിക്ക് വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് വ്യൂസ് കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് വാച്ച് അവറൊക്കെ നല്ലോണം കയറിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ടൂൾസ് കാരണമാണ് എൻ്റെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ അടുത്ത 2 വീഡിയോസിൻ്റെ ലിങ്ക് കൊടുക്കാനായിട്ട് പറ്റും. ലിങ്ക് അല്ല, ഒരു ബോക്സ് ആയിട്ടാണ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഓഡിയൻസ് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കഴിയാറാകുമ്പോഴത്തേനും നമ്മുടെ അടുത്ത വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും അടുത്തൊരു വീഡിയോയിലേക്ക് നമ്മുടെ ഓഡിയൻസിനെ എത്തിക്കുകയാണ് യൂട്യൂബ് ഈ ഒരു എൻഡ് സ്ക്രീനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരമാവധി യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻഡ് സ്ക്രീൻ കൊടുത്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എൻഡ് സ്ക്രീൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കിട്ടോ. നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൻ്റെ വീഡിയോസ് ഒക്കെ കിട്ടാനായിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ അടുത്ത ടൂളാണ് ഐകാർഡ്. ഐകാർഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മുകളിൽ കാണിച്ചു തരാം. ഈ കാണുന്ന ലിങ്കാണ് ഐകാർഡ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ വീഡിയോസിന് വ്യൂസിന് കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് നമ്മളുടെ ലോങ് വീഡിയോൻ്റെ ഇടയിലായിട്ട് നമുക്ക് വേറൊരു വീഡിയോയുടെ ലിങ്ക് മോൾ ഭാഗത്തായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഓരോ വീഡിയോസിനും വ്യൂസ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എൻഡ് സ്ക്രീനും ഐകാർഡും കൊടുക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസിൽ തന്നെ ഓഡിയൻസിന് നമുക്ക് പിടിച്ചിരുത്താനായിട്ട് പറ്റും. അതായത് ഒരു വീഡിയോ അവർ കണ്ടു കഴിയുമ്പോഴത്തേനും അടുത്ത വീഡിയോയുടെ റെക്കമെൻഡേഷൻ വരാണ്. അതുപോലെ തന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അടുത്ത വീഡിയോയുടെ റെക്കമെൻഡേഷൻ വരാണ്. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസ് വേറെ വീഡിയോസിലേക്ക് പോവാതെ നമ്മളുടെ വീഡിയോസ് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് വാച്ച് അവർ കയറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ നമുക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലേക്ക് റീപോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ വ്യൂസ് കയറും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ലിങ്ക് അല്ലാതെ വീഡിയോ തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതും എങ്ങനെയാണെന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുതിയ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാനും അവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വാച്ച് അവർ കയറാനും ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താലും നമ്മൾ റെക്കമെൻഡ് ചെയ്താലും നമ്മളുടെ ഓഡിയൻസ് കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ വീഡിയോൻ്റെ തമ്പനെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ, ടാഗ്, കീവേഡ്സ്, ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്താലും നമ്മൾ റെക്കമെൻഡ് ചെയ്താലും കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആണ്. അപ്പോൾ അവർ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു തമ്പനെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ തമ്പനെയിൽ എപ്പോഴും അട്രാക്റ്റീവായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ യൂട്യൂബിലെ SEO ആയിട്ട് ബന്ധപ്പെട്ടതാണ്. SEO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ടോപ്പ് സെർച്ചിൽ വരാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് പോയിട്ടൊന്ന് യൂട്യൂബ് ടിപ്സ് മലയാളം അടിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ
എൻ്റെ വീഡിയോസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ SEO പ്രോപ്പറായിട്ട് കൊടുത്തതുകൊണ്ടാവാം. അപ്പോൾ വീഡിയോ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തെറി ഒന്ന് വിളിക്കല്ലോ കേട്ടോ. വീഡിയോ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് SEO ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ വീഡിയോ നമ്മുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ടോപ്പ് സെർച്ചിൽ തന്നെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ SEO എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വീഡിയോസിനൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വീഡിയോ അപ്ലോഡ് ചെയ്യരുതെന്നുള്ള രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ യൂട്യൂബിൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. കാരണം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ സെൽഫ് കോൺഫിഡൻ്റ് തന്നെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. എന്തായാലും ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡെയിലി നിങ്ങൾക്കൊരു 10-20 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കയറും. എനിക്കും അങ്ങനെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഡെയിലി എനിക്ക് 1-2 സബ്സ്ക്രൈബേഴ്സാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താണ് ഇപ്പം എനിക്ക് ഒരു ദിവസം 300 സബ്സ്ക്രൈബേഴ്സ് വരെ കയറുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറൊക്കെ കയറ്റാനായിട്ട് വളരെയധികം സിമ്പിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.